Dear students, ഈ വീഡിയോ ക്ലാസ്സിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സിസ്റ്റം MSMEകൾക്കുള്ള ഇൻഡസ്ട്രീസിനുള്ള ഓൺട്രപ്രണേഴ്സിനുള്ള ഇൻസ്റ്റിറ്റ്യൂഷണൽ സപ്പോർട്ട് സിസ്റ്റത്തിൻ്റെ ഭാഗമായിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻ്ററാണ്. DIC എന്നാണ് അതിനെ ചുരുക്കത്തിൽ പറയുക, DICs. സോ എന്താണ് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻ്റർ? നമ്മൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസിൻ്റെ കാര്യം പഠിക്കുമ്പോൾ നമ്മൾ പറഞ്ഞു അല്ലേ, ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസിന് കീഴിൽ ജില്ലാതലങ്ങളിലുള്ള ഓഫീസാണ് ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻ്റർ എന്ന് പറയുന്നത്. അപ്പോൾ അത് 1978 1978 മുതലാണ് ഇങ്ങനെ ഡിസ്ട്രിക്റ്റ് ഇൻഡസ്ട്രീസ് സെൻറ്റേഴ്സ് രൂപീകരിക്കുന്നതിന് വേണ്ടി തീരുമാനിച്ചത്. നമുക്കറിയാം, അതിനു മുമ്പ് ഓരോ സംസ്ഥാനങ്ങളിലും ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് അല്ലെങ്കിൽ ഡയറക്ടറേറ്റ് ഉണ്ടാവും. അവരിലൂടെയാണ് മറ്റുള്ള എല്ലാ സർവീസുകളും ചെയ്തു വന്നിരുന്നത്. ക്ലിയർ? അവരുടേതായിട്ടുള്ള ഓഫീസുകൾ ജില്ലാ കേന്ദ്രങ്ങളിൽ ഉണ്ടാകും. പക്ഷേ നമ്മളൊരു ഒരു പ്രോബ്ലം എന്ന് പറയുന്നത്, ഈ ഒരു ഇൻഡസ്ട്രി സ്റ്റാർട്ട് ചെയ്യാൻ താല്പര്യമുള്ള ഒരു ഓൺട്രപ്രണർ അല്ലേ, അദ്ദേഹം എന്ത് ചെയ്യണം, പല ഡിപ്പാർട്ട്മെൻറ്റുകളിലും കയറി ഇറങ്ങി അല്ലേ, ഒരു അസിസ്റ്റൻസിന് വേണ്ടിയിട്ടോ സപ്പോർട്ടിന് വേണ്ടിയിട്ടോ അല്ലെങ്കിൽ ഒരു ലൈസൻസിന് വേണ്ടിയിട്ടോ പെർമിറ്റിന് വേണ്ടിയിട്ടൊക്കെ പല ഭാഗത്തും കയറി ഇറങ്ങി അത് സംഘടിപ്പിക്കേണ്ടതായിട്ട് വരുന്നു. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ ലൈസൻസിന് വേണ്ടി, ഇൻഡസ്ട്രിയൽ ലൈസൻസിന് വേണ്ടി, സർട്ടിഫിക്കേഷന് വേണ്ടിയിട്ടൊക്കെ നൽകേണ്ടതും ട്രിവാൻഡ്രത്തേക്കാണ്. ഇപ്പോൾ കേരളത്തിൻ്റെ കേസ് എടുത്ത് നോക്കുകയാണെങ്കിൽ അല്ലേ, സ്റ്റേറ്റിൻ്റെ ഹെഡ് ക്വാർട്ടേഴ്സ് ആയിട്ടുള്ള അതിൻ്റെ എക്സിക്യൂട്ടീവ് ഹെഡ് ക്വാർട്ടേഴ്സിലേക്കാണ് അയക്കുന്നത്. അവിടെ ആയിരിക്കും അതിൻ്റെ ഡിപ്പാർട്ട്മെൻറ്റ് ഡയറക്ടറേറ്റ് ഒക്കെ ഉള്ളത്. അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി പ്രോബ്ലംസ്, അത് ഡിലേ ഉണ്ടാക്കുന്നു, ഓൺട്രപ്രണേഴ്സിനെ ഇൻകൺവീനിയൻസ് ക്രിയേറ്റ് ചെയ്യുന്നു. അവർക്ക് പല ഭാഗങ്ങളിലായിട്ടത് ഇതിനെ അന്വേഷിച്ച് ഇതിന് വേണ്ടി സമയം ചിലവഴിക്കേണ്ടി വരുന്നു. അപ്പം ഇങ്ങനെ ഇതെല്ലാം ഡീമോട്ടിവേറ്റിംഗ് ഫാക്ടേഴ്സ് ആയതുകൊണ്ട് ഇതൊക്കെ ഒഴിവാക്കുന്നതിന് വേണ്ടിയിട്ടും ക്ലിയർ, ഓരോ ജില്ലാ കേന്ദ്രങ്ങളിലും അറ്റ്ലീസ്റ്റ് ഇൻഡസ്ട്രീസിൻ്റെ ഡെവലപ്മെൻറ്റിന് വേണ്ടി, പ്രൊമോഷന് വേണ്ടി ക്ലിയർ, അങ്ങനെയുള്ള കാര്യങ്ങൾ മാത്രം നോക്കുന്ന ക്ലിയർ ഒരു ഡെസിഗ്നേറ്റഡ് ആയുള്ള ഡെഡിക്കേറ്റഡ് ആയുള്ള ഒരു ഓഫീസ് ഉണ്ടാവുകയാണെങ്കിൽ അതൊരു പക്ഷേ ആ ഡിസ്ട്രിക്റ്റിലുള്ള ജില്ലയിലുള്ള എല്ലാ തരത്തിലുള്ള ഇൻഡസ്ട്രിയലിസ്റ്റിനും, പ്രത്യേകിച്ച് മൈക്രോ സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസ് വരുന്ന ഓൺട്രപ്രണേഴ്സിന് വളരെ ഹെൽപ്ഫുൾ ആയിരിക്കും, ഫെസിലിറ്റേഷൻ ഉള്ളതായിരിക്കും, സപ്പോർട്ടീവ് ആയിരിക്കും. അങ്ങനെ ഒരു ചിന്താഗതിയുടെ അടിസ്ഥാനത്തിലാണ് DIC രൂപീകരിക്കുന്നത് 1978 തീരുമാനിക്കുന്നത്. ക്ലിയർ? സോ ദ മെയിൻ thrust of the program is an effective promotion of the cottage and small industries, clear, and widely dispersed in rural areas and small town. അപ്പോൾ അതിൻ്റെ പ്രത്യേക ഉദ്ദേശം എന്ന് പറയുന്നത് ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഏതെങ്കിലും പ്രദേശത്ത് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്യുന്നത് ഒഴിവാക്കിക്കൊണ്ട് അല്ലേ, വൈഡ് സ്പ്രെഡായിട്ട് റൂറൽ ഏരിയയിലും സെമി അർബൺ ഏരിയ ഇങ്ങനെയുള്ള പ്രദേശങ്ങളിലെല്ലാം ക്ലിയർ, കോട്ടേജ് ഇൻഡസ്ട്രി ആയിക്കോട്ടെ, വില്ലേജ് ഇൻഡസ്ട്രീസ് ആയിക്കോട്ടെ, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സ്പ്രെഡ് ചെയ്ത് എടുക്കുന്നതിന് വേണ്ടി, അതുപോലെ തന്നെ അർബൺ ഏരിയയിലും സെമി അർബൺ ഏരിയയിലും ഒക്കെ ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് ഉറപ്പുവരുത്താൻ വേണ്ടി കൊണ്ടുവന്ന ഒരു ഏജൻസിയാണ്. സോ അണ്ടർ എ സിംഗിൾ റൂഫ് of the DIC, all the services and the support required by a small and village entrepreneurs are provided. അപ്പോൾ MSME ഓൺട്രപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള എല്ലാ സർവീസുകളും, ഇനി MSMEകൾക്ക് മാത്രമല്ല, ലാർജ് സ്കെയിൽ എൻ്റർപ്രൈസസ് ആണെങ്കിലും അവർക്ക് വേണ്ടിയിട്ടുള്ള സർവീസുകളും ക്ലിയർ ഒരു സിംഗിൾ പ്ലേസിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ്. ക്ലിയർ? അപ്പോൾ അത് രജിസ്ട്രേഷൻ്റെ കാര്യമായിക്കോട്ടെ, ലൈസൻസോ പെർമിറ്റ്സിൻ്റെ കാര്യമായിക്കോട്ടെ അല്ലേ, അതുപോലെ തന്നെ ഇവരുടെ ഓസ്പീഷ്യസിൽ ഒരു സിംഗിൾ വിൻഡോ പോലെ പ്രവർത്തിക്കുന്നതുകൊണ്ട്, ഫെസിലിറ്റേഷൻ ചെയ്യുന്നതുകൊണ്ട് മറ്റുള്ള എല്ലാ സപ്പോർട്ട് സിസ്റ്റവും ഇവിടെ തന്നെ അത് അവർക്ക് അവൈൽ ചെയ്യാൻ പറ്റും. ക്ലിയർ? അവർക്ക് ആപ്ലിക്കേഷൻ ടെൻഡർ ചെയ്യുന്നതിന് വേണ്ടി ദൂരസ്ഥലങ്ങളിൽ പോകേണ്ട. ക്ലിയർ? ഇറ്റ് ക്യാൻ ബി സബ്മിറ്റഡ് ടു ദ നിയർ ബൈ ഡിസ്ട്രിക്ട് ഹെഡ് ക്വാർട്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ അതുകൊണ്ട് തന്നെ അങ്ങനെ ഒരു സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻ്റേഴ്സ് സ്റ്റാർട്ട് ചെയ്യുന്നത്. സോ ദസ് DICs were established to cater to the needs of MSME especially. Clear? So they are engaged in a single window interacting agency with the entrepreneurs and a district level. At the district level entrepreneursമായിട്ട് ഇൻ്ററാക്ട് ചെയ്യുന്ന ഓൺട്രപ്രണേഴ്സിൻ്റെ നീഡ്സോ അല്ലെങ്കിൽ അവരുടെ റിക്വയർമെൻറ്റ്സ് ഒക്കെ ഫുൾഫിൽ ചെയ്യുന്ന, അല്ലെങ്കിൽ അത് ആവശ്യമായിട്ടുള്ള സെൻറ്റേഴ്സിലെ ഓഫീസുകളിലേക്കും എത്തിക്കുന്ന, അവർക്ക് വേണ്ടിയിട്ടുള്ള സൗകര്യങ്ങൾ ക്ലിയർ, അഡ്വൈസസും കൺസൾട്ടൻസിയും അങ്ങനെയുള്ള കാര്യങ്ങളും ഫിനാൻസ് ഒക്കെ അറേഞ്ച് ചെയ്യുന്ന കാര്യത്തിലും ഒക്കെ സഹായിക്കുന്ന ഒരു ഹെൽപ്പിംഗ് ഹാൻഡായിട്ടുള്ള ക്ലിയർ ഒരു ഹെൽപ്പ് സെൻ്റർ ആയിട്ടാണ്, സപ്പോർട്ട് സെൻ്റർ ആയിട്ട് പ്രവർത്തിക്കുകയാണ് DIC ചെയ്യുന്നത്. സോ ദേ ആർ ഇംപ്ലിമെൻറ്റിംഗ് ആം ഓഫ് ദി സെൻട്രൽ ആൻഡ് സ്റ്റേറ്റ് ഗവൺമെൻറ് ഇൻ വേരിയസ് സ്കീംസ് ആൻഡ് പ്രോഗ്രാം. സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെയും സ്റ്റേറ്റ് ഗവൺമെൻറ്റിൻ്റെയും
ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്കീംസ് എല്ലാം MSME ഡെവലപ്മെൻറ്റുമായി ബന്ധപ്പെട്ടുള്ള സ്കീംസ് എല്ലാം ഇംപ്ലിമെൻറ്റ് ചെയ്യുന്ന ഒരു ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസി ആയിട്ടും ആര് പ്രവർത്തിക്കുന്നു? DICs, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് പ്രവർത്തിക്കുന്നു. ക്ലിയർ? പല സെൻട്രലി സ്പോൺസേഡ് സ്കീംസും DIC വഴിയാണ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, ഉദ്യോഗാത രജിസ്ട്രേഷൻ ആയിക്കോട്ടെ, സബ്സിഡിയുടെ വിതരണം ആയിക്കോട്ടെ, ഇതിലെല്ലാം DIC മുഖേനയാണ് ഇതെല്ലാം ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അതുപോലെ സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസും DIC വഴിയാണ് ചെയ്യുക. ക്ലിയർ? സോ ഈച്ച് ഡിസ്ട്രിക്ട്സ് ഹാസ് എ DIC ഇൻ ഇറ്റ്സ് ഹെഡ് ക്വാർട്ടേഴ്സ്. ക്ലിയർ? അപ്പോൾ മിക്കവാറും എല്ലാ ജില്ലകളിലും district industry centers ഉണ്ട്. Okay, so the main responsibility of DIC is to act as the chief coordinator or a multifunctional agency in respect of various government departments and other agencies. Clear? അപ്പോൾ എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സും ക്ലിയർ നന്നായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ട് ഓൺടർപ്രണേഴ്സിനെയും ഡിപ്പാർട്ട്മെൻറ്റുകളെയും ഏജൻസികളായിട്ട് കോർഡിനേറ്റ് ചെയ്തുകൊണ്ടുള്ള ഒരു സെൻട്രൽ അല്ലെ ലിങ്കിങ് പിന്നായിട്ട് ഒരു മൾട്ടി ഫങ്ഷണൽ ഏജൻസി ആയിട്ട് ഒരു കോർഡിനേറ്റർ ആയിട്ട് പ്രവർത്തിക്കുന്നു. സോ ദ prospective small entrepreneurs would get all assistance from the DIC for setting up of the and running of the industrial units in rural area. Okay, so up to 1991 about 422 DICs covering 431 districts have been set up. ഓരോ സംസ്ഥാനങ്ങളിലും ഇതുപോലെ ജില്ലാ കേന്ദ്രങ്ങളിൽ DICs ഉണ്ടാവും. അതുപോലെ തന്നെ ചില സംസ്ഥാനങ്ങളിൽ ചെറിയ ചെറിയ ജില്ലകളോ അല്ലെങ്കിൽ തിൻലി പോപ്പുലേറ്റഡ് ആയിട്ടുള്ള ഡിസ്ട്രിക്റ്റ് ഒക്കെ ആണെങ്കിൽ ചിലപ്പോൾ 1-2 ജില്ലകൾക്ക് ചേർന്നിട്ടായിരിക്കും ഒരു DIC ഉണ്ടാവുക. ചില കേസിൽ ഒന്നിൽ കൂടെ ഒരു ജില്ലയിൽ തന്നെ ചിലപ്പോൾ ഒന്നിലധികം ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സും ഉണ്ടാവാം. സോ ദ DICs ഹാവ് assisted more than 1.5 lakh units, generating employment for more than 10.3 lakhs person. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ പഴയ സ്റ്റാറ്റിസ്റ്റിക്സ് ആണ്. ഇപ്പോൾ ഇതൊക്കെ മാറ്റം വന്നിട്ടുണ്ടെങ്കിലും ക്ലിയർ വളരെ കൂടുതൽ എംപ്ലോയ്മെൻറ്റ് ജനറേറ്റ് ചെയ്യാനും അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാനും ഇതുവഴി കഴിയുന്നു. സോ ദ 4 metropolitan cities of Mumbai, Kolkata, Chennai and New Delhi are outside the purview of DIC. അവിടെയുള്ള ഇൻഡസ്ട്രി ഡെവലപ്മെൻറ്റ് പ്രത്യേകിച്ച് കമ്മീഷണേഴ്സും മറ്റൊക്കെ ഉള്ളതുകൊണ്ട് ക്ലിയർ അങ്ങനെയുള്ള മെട്രോസ് ഒഴിച്ചിട്ടുള്ള സ്ഥലങ്ങളിലാണ് DIC സാധാരണ ഉണ്ടാവുക. ക്ലിയർ? ഓക്കെ. Functions of DIC. So the main functions of DICs are as follows. എന്തൊക്കെയാണ് വരുന്നത്? 1. DIC identifies and develops new entrepreneurs to set up industries by conducting entrepreneurial motivation programs throughout the district. Clear? ഇപ്പോൾ ഒരു ജില്ലയിലുള്ള ഓണ്ടർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റിനെ ഇനിഷ്യേറ്റ് ചെയ്യുക, എൻ്റർപ്രണേഴ്സിനെ ഐഡൻറ്റിഫൈ ചെയ്യുക, അവർക്ക് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് അല്ലെ മോട്ടിവേഷനൊക്കെ കൊടുക്കുക. Then it offers technical advice to the entrepreneurs in സെലക്ഷൻ ഓഫ് പ്രോജക്ട്സ്. ഒരു പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം, ഒരു സ്യൂട്ടബിൾ ആയിട്ടുള്ള പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം, പ്രോഫിറ്റബിൾ ആയിട്ടുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് പ്രോജക്റ്റ് സെലക്ട് ചെയ്യണം. അങ്ങനെയുള്ള കേസസിലൊക്കെ എന്ത് ചെയ്യുന്നു? അഡ്വൈസസ്, ടെക്നിക്കൽ അഡ്വൈസസ് കൊടുക്കുന്നു. ക്ലിയർ? സോ ആഫ്റ്റർ ദി സെലക്ഷൻ ഓഫ് ദി പ്രോജക്റ്റ് ഇറ്റ് ഇഷ്യൂസ് പ്രൊവിഷണൽ SSI രജിസ്ട്രേഷൻ. സാധാരണഗതിയിൽ ഒരു ഓണ്ടർപ്രണർ ക്ലിയർ ഒരു യൂണിറ്റ് തുടങ്ങുന്നതിന് വേണ്ടി താല്പര്യം പ്രകടിപ്പിച്ചു കഴിഞ്ഞാൽ ക്ലിയർ അപ്പോൾ അഡ്വൈസസ് ഒക്കെ കൊടുത്തതിന് ശേഷം അദ്ദേഹം ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തൽക്കാലം ഒരു രജിസ്ട്രേഷൻ നമ്മൾ കൊടുക്കുക. അതിന് SSIയുടെ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ എന്നാണ് പറയുക. ക്ലിയർ? ഇപ്പം ഇങ്ങനെയുള്ളൊരു സമ്പ്രദായം ഇല്ല. ക്ലിയർ? പ്രൊവിഷണലും പെർമനൻറ്റ് രജിസ്ട്രേഷൻ ആയിട്ടില്ല. ഇപ്പോൾ ആധാർ രജിസ്ട്രേഷനാണ് ഉള്ളത്. ആധാർ ബേസ്ഡ് ആയിട്ടുള്ള ഇൻഡസ്ട്രീസിൻ്റെ ആധാർ അല്ലേ, ഇൻഡസ്ട്രീസിൻ്റെ ആധാർ എന്നുള്ള രീതിയിൽ ആധാർ എന്നാണ് പറയുക. ക്ലിയർ? അങ്ങനെയുള്ള ഒരു രജിസ്ട്രേഷൻ ചെയ്യണം, ഒരു മെമ്മോറണ്ടം ഫയൽ ചെയ്യണം. ഓക്കെ, അപ്പം അങ്ങനെയാണ് ഇപ്പോൾ രജിസ്ട്രേഷനൊക്കെ ചെയ്യുന്നത്. എനിവേ, സോ പ്രീവിയസ്ലി കേസ് നോക്കുകയാണെങ്കിൽ ഒരു പ്രൊവിഷണൽ രജിസ്ട്രേഷൻ ആദ്യം കൊടുക്കും. ഓക്കെ, ഇത് എന്തിനു വേണ്ടിയിട്ടാണ്? ഫോർ ഒബ്റ്റൈനിങ് അസിസ്റ്റൻസ് ഫ്രം ദി ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ, ലോൺ കിട്ടാനോ മറ്റുള്ള കാര്യങ്ങൾക്കോ അല്ലെങ്കിൽ റോ മെറ്റീരിയൽ കിട്ടാനോ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാനോ അല്ലെങ്കിൽ മെഷീനറി അവൈൽ ചെയ്യാനോ ഒക്കെ അത് ഉപയോഗിക്കാം. അത് കഴിഞ്ഞ് ബിസിനസ്സൊക്കെ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പെർമനൻ്റ് ആയിട്ടുള്ള രജിസ്ട്രേഷൻ്റെ ഇതും കൊടുക്കും. ക്ലിയർ? ലൈസൻസും കൊടുക്കും. നെക്സ്റ്റ് വൺ. അപ്പോൾ ഇതെല്ലാം റൂട്ട് ചെയ്യുന്നത് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് വേണം. അപ്പോൾ പ്രൊവിഷണൽ രജിസ്ട്രേഷൻ DIC ആണ് കൊടുക്കുക. പെർമനൻറ്റ് രജിസ്ട്രേഷൻ വരുമ്പോൾ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് അവരെ DICയിലൂടെ അയക്കും. അത് അതായത് സംസ്ഥാന ഗവൺമെൻറ്റിലേക്ക് പോയിട്ട് അവിടെ നിന്നാണ് പിന്നീട് ആയിട്ട് വരുന്നത്. ഓക്കെ, സോ ഇറ്റ് സ്പോൺസേഴ്സ് ദ ലോൺ ആപ്ലിക്കേഷൻസ് ഓഫ് സിഡ്കോ ആൻഡ് നാഷണലൈസ്ഡ് ബാങ്ക് ഫോർ ദി പർച്ചേസ് ഓഫ് ലാൻഡ് ആൻഡ് ബിൽഡിംഗ്. ക്ലിയർ? ലാൻഡ് ആൻഡ് ബിൽഡിംഗ് പർച്ചേസിന് വേണ്ടി
ഓക്കെ, ഇവരെന്ത് ചെയ്യുന്നു? ദേ സ്പോൺസേഴ്സ് ലോൺ അപ്ലിക്കേഷൻസ് ടു സിഡ്കോ നാഷണലൈസ്ഡ് ബാങ്കുകൾക്കൊക്കെ ലോൺ അപ്ലിക്കേഷൻസ് എന്ത് ചെയ്യുന്നു? ഫോർവേഡ് ചെയ്യുന്നു, റെക്കമെൻഡ് ചെയ്ത് അയക്കുന്നു. ഓൺടർപ്രണേഴ്സിന് കിട്ടുന്ന ലോൺ അപ്ലിക്കേഷൻ. ക്ലിയർ? ദെൻ so under the rural industries project loan scheme, DIC sanctioning marginal money payable to the financial agencies for the purchase of land and machinery. അതുപോലെ തന്നെയാണ്. സോ അണ്ടർ ദി റൂറൽ ഇൻഡസ്ട്രീസ് പ്രോജക്ട് ലോൺ സ്കീം. ക്ലിയർ? അപ്പം ഇങ്ങനെ സ്കീം അനുസരിച്ച് DICs എന്ത് ചെയ്യുന്നു? റൂറൽ ഏരിയ സ്റ്റാർട്ട് ചെയ്യുന്ന ഇൻഡസ്ട്രീസിന് അവിടെ പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ അടയ്ക്കാൻ പറ്റാത്ത ആൾക്കാരുണ്ടെങ്കിൽ അവർക്ക് പ്രൊമോട്ടേഴ്സ് കോൺട്രിബ്യൂഷൻ അടയ്ക്കുന്നതിന് വേണ്ടി ക്ലിയർ മാർജിൻ മണിയുടെ ലോണായിട്ട് അസിസ്റ്റൻസ് ആയിട്ട് മാർജിൻ മണി അസിസ്റ്റൻസ് ആയിട്ട് പ്രൊവൈഡ് ചെയ്യുന്നു. ക്ലിയർ? ഇറ്റ് ടേക്സ് ദ ഇനിഷ്യേറ്റീവ് ടു ഗെറ്റ് ക്ലിയറൻസ് ഫ്രം ദി അതർ ഡിപ്പാർട്ട്മെൻറ്റ്, മറ്റുള്ള ഡിപ്പാർട്ട്മെൻറ്റുകൾ, രജിസ്ട്രേഷൻ, ടാക്സ്, അതല്ലെങ്കിൽ പെർമിറ്റ്സ്, ലൈസൻസ്, പൊല്യൂഷൻ കൺട്രോൾ ബോർഡ് എന്നുള്ള NOC, ഇങ്ങനെയുള്ള എല്ലാ ഗവൺമെൻറ് ഡിപ്പാർട്ട്മെൻറ്റ്സ് ഏജൻസീസിൽ നിന്നും ആവശ്യമായിട്ടുള്ള പെർമിഷൻസോ സർട്ടിഫിക്കേഷനോ ഒക്കെ ലഭിക്കുന്നതിന് വേണ്ടി എന്ത് ചെയ്യുന്നു? അതിനൊക്കെ കോർഡിനേറ്റ് ചെയ്യുന്ന ഒരു ക്ലിയറിംഗ് ഏജൻസ് ആയിട്ട് ഇവർ പ്രവർത്തിക്കുന്നു. ക്ലിയർ? Then it takes necessary recommendation to the concerned raw material suppliers and issue the required certificates. Essentiality certificate എന്നൊക്കെ പറയും. ക്ലിയർ? റോ മെറ്റീരിയൽ കിട്ടുന്നതിന് വേണ്ടിയുള്ള സർട്ടിഫിക്കറ്റ് ആണ്. അപ്പോൾ അങ്ങനെ സ്കേഴ്സ് ആയിട്ടുള്ള റെയർ ആയിട്ടുള്ള റോ മെറ്റീരിയൽ ഒക്കെ ആണെങ്കിൽ, കോട്ടയൊക്കെ ഉണ്ടെങ്കിൽ അതനുസരിച്ച് അത് അവൈൽ ചെയ്യുന്നതിന് വേണ്ടി സർട്ടിഫിക്കേഷൻ കൊടുക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ റെക്കമെൻഡേഷൻ ചെയ്ത് കൊടുക്കുന്നു. ഓക്കെ. ദെൻ ഇമ്പോർട്ട് ഓഫ് റോ മെറ്റീരിയൽ ആണെങ്കിൽ അതിനുള്ള റെക്കമെൻഡേഷൻ ചെയ്യുന്നു. ക്ലിയർ? മെഷീനറീസും മറ്റുള്ള കാര്യങ്ങളൊക്കെ ആണെങ്കിൽ അതിനുള്ള സൗകര്യങ്ങളോ അല്ലെങ്കിൽ സപ്പോർട്ടോ ചെയ്ത് കൊടുക്കും. ഇതൊക്കെ അവർ ചെയ്യുന്നുണ്ട്. ദെൻ ഇറ്റ് അറേഞ്ചസ് ഫോർ ദി ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് ടു വില്ലേജ് ആർട്ടിസാൻസ്, ഹാൻഡിക്രാഫ്റ്റ്സ് ആൻഡ് അതർ വിത്ത് ദി ലീഡ് ബാങ്ക് ഇൻ ദി റെസ്പെക്റ്റീവ് ഏരിയ. ക്ലിയർ? അത് മാത്രമല്ല, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് എന്തുകൂടെ ചെയ്യുന്നു? റൂറൽ ഏരിയയിൽ അല്ലെങ്കിൽ വില്ലേജ് ഏരിയയിൽ ആവശ്യമായിട്ടുള്ള ക്ലിയർ യൂണിറ്റുകൾക്ക് ആവശ്യമായുള്ള ഫിനാൻഷ്യൽ അസിസ്റ്റൻസ് പ്രൊക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഷെഡ്യൂൾഡ് ബാങ്കുകളുമായി ബന്ധപ്പെട്ടിട്ട് പ്രൊക്വയർ ചെയ്യുന്നതിന് വേണ്ടി ഹെൽപ്പ് ചെയ്യുന്നു. ഇറ്റ് അസിസ്റ്റ് SSI യൂണിറ്റ്സ് ഇൻ റൂറൽ ആർട്ടിസാൻസ് ടു ഗെറ്റ് സബ്സിഡീസ്. ക്ലിയർ? സബ്സിഡൈസ് ആയിട്ടുള്ള പവർ ആയിക്കോട്ടെ, അതുപോലെ ഇൻട്രസ്റ്റ് സബ്വെൻഷൻ അല്ലെങ്കിൽ ഇൻട്രസ്റ്റ് സബ്സിഡി ആയിക്കോട്ടെ, അതുപോലെ തന്നെ അങ്ങനെയുള്ള സ്കീമുകൾ, IRDP അങ്ങനെയുള്ള പലതരത്തിലുള്ള സ്കീമുകളും അനുസരിച്ചുള്ള അസിസ്റ്റൻസ് കിട്ടുന്നതിന് ഇത് സഹായിക്കുന്നു. So it gives training to rural entrepreneurs to assist their units giving running to small entrepreneurs. ക്ലിയർ? അപ്പോൾ അതുപോലെ തന്നെ ഇതുകൂടെ ചെയ്യുന്നു ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്. ക്ലിയർ? ഓൺടർപ്രണേഴ്സിന് ആവശ്യമായിട്ടുള്ള ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ്സ് നൽകുന്നു. ദ സ്കീം ഓഫ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് ഫോർ അൺഎംപ്ലോയിഡ് എഡ്യൂക്കേറ്റഡ് യൂത്ത് വാസ് ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ദ ഇയർ 83-84 ത്രൂ DICs. അതുപോലെ തന്നെയാണ് സെൽഫ് എംപ്ലോയ്മെൻറ്റ് പ്രൊമോട്ട് ചെയ്യുന്നതിന് വേണ്ടി, അൺഎംപ്ലോയ്മെൻറ്റ് മാറ്റുന്നതിന് വേണ്ടി, എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആളുകളിലേക്ക് ഒരു തൊഴിൽ കണ്ടെത്തുന്നതിന് വേണ്ടി ആവശ്യമായിട്ടുള്ള ഫിനാൻസിങ് കൊടുക്കുന്നു. ക്ലിയർ? ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്നതിന് വേണ്ടി. അപ്പോൾ അത്തരത്തിലുള്ള സ്കീമൊക്കെ DIC വഴിയാണ് റൂട്ട് ചെയ്യുന്നത്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെയാണ് DICയുടെ ഫംഗ്ഷനായിട്ട് പറയാൻ പറ്റുന്നത്. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് തൃശ്ശൂരുള്ള ഒരു ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്ററിൻ്റെ വെബ്സൈറ്റാണ്. ക്ലിയർ? ചില ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് അവരുടേതായിട്ടുള്ള വെബ്സൈറ്റ് ഉണ്ട്. വേറെ ചില ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സ് സ്വന്തമായിട്ടുള്ള വെബ്സൈറ്റ് ഇല്ല, പക്ഷേ അവർ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് സൈറ്റിൽ തന്നെയാണ് അവരുടെ കാര്യങ്ങൾ വരുന്നത്. അതുപോലെ തന്നെ ജില്ലയുടെ ഇൻഫർമേഷനൊക്കെ നമ്മൾ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ, ഫോർ എക്സാമ്പിൾ പാലക്കാടാണെങ്കിൽ പാലക്കാടിൻ്റെ ഇൻഫർമേഷൻ ഗവൺമെൻറ് ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട് അല്ലേ, പോർട്ടൽ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ അതിൽ ഗവൺമെൻറ് ഓഫീസസിൻ്റെ കീഴിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സും വരും. ക്ലിയർ? അപ്പോൾ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ റോളും ഫംഗ്ഷനൊക്കെ എൻഡ് ലിസ്റ്റ് ചെയ്തിട്ടുണ്ടാവും. അങ്ങനെയും എടുക്കാം. അപ്പോൾ ഇവിടെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ തൃശ്ശൂരിൻ്റെ ഒരു വെബ്സൈറ്റാണ് അത് കാണുന്നത്. ക്ലിയർ? അപ്പോൾ അവർ ചെയ്യുന്ന സ്കീംസിനെ കുറിച്ച് കൊടുത്തിട്ടുണ്ട്. UAM അപ്ലൈ ചെയ്യുക, അതുപോലെ തന്നെ അപ്ലൈ ഫോർ ESS, PMEGP അപ്ലൈ ചെയ്യുക. ക്ലിയർ? അതുപോലെ അങ്ങനെ ഒട്ടനവധി സ്കീംസ് സെൻട്രലി സ്പോൺസേർഡ് ആയിട്ടുള്ള സ്റ്റേറ്റ് ആയിട്ടുള്ള സ്കീംസിനെ കുറിച്ച് മെൻഷൻ ചെയ്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ ഈ വെബ്സൈറ്റിൽ നമുക്ക് സാധാരണ എന്താ കിട്ടുക? ഓൺലൈൻ ആപ്ലിക്കേഷൻ. ക്ലിയർ? കുറേ കാര്യങ്ങൾക്ക് നമുക്ക് ഓൺലൈൻ ആപ്ലിക്കേഷൻ കൊടുക്കാനുണ്ട്. അതിന് പ്രധാനമായിട്ടും വരുന്നത് എന്തൊക്കെയാണ്? ഒന്ന് ഉദ്യോഗാധാറാണ്, വേറെ അതുപോലെ തന്നെ ESS ഉണ്ട്, PMEGP ഉണ്ട്. ക്ലിയർ? ലോഗ് ലൈസൻസ് ഉണ്ട്. അങ്ങനെ നേരത്തെ നമ്മൾ പഠിച്ചത് കുറേ കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. ഇതെല്ലാം എന്തിൽ ആപ്ലിക്കബിൾ ആണ്? ഇവിടെ ആപ്ലിക്കബിൾ. അതുപോലെ ഇൻഫർമേഷൻ റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളുണ്ട്. ക്ലിയർ? എന്താണ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ, എന്തുണ്ട് ഇൻഡസ്ട്രിയൽ പോർട്ട്ഫോളിയോ, ക്ലിയർ? ലാർജസ്റ്റ് സൈസ് എൻ്റർപ്രൈസ് എത്രയുണ്ടാവും, സ്മോൾ എൻ്റർപ്രൈസസ് എത്രയുണ്ട്, മീഡിയം എൻ്റർപ്രൈസസ് എത്രയുണ്ട്, മൈക്രോ എൻ്റർപ്രൈസസ് എത്രയുണ്ട്, കോട്ടേജ് ഇൻഡസ്ട്രീസ് എത്ര, ഇങ്ങനെ എല്ലാ ഇൻഫർമേഷൻ സ്റ്റാറ്റിസ്റ്റിക്സ് ഇവർ
കളക്ട് ചെയ്യുന്നു, ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യുക. അതും ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസിൻ്റെ. ഇനി അപ്പോൾ തൃശ്ശൂരിനെ മാത്രം നോക്കുകയാണെങ്കിൽ ക്ലിയർ, അപ്പോൾ അതിൽ അതിൻ്റെ ഒരു ഇൻട്രഡക്ഷൻ കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ വിഷൻ കൊടുത്തിട്ടുണ്ടാവും, മിഷൻ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അതുപോലെ സർവീസസ് എന്തൊക്കെയാണ്? ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ദ സ്കീം, preparation of the feasibility report, arrangement of the credit facility, മെഷീനറി ആൻഡ് എക്വിപ്മെൻറ്റ്സ്. ക്ലിയർ? അത് ആവശ്യമുള്ള രീതിയിൽ ഹയർ പർച്ചേസോ ഇമ്പോർട്ടോ അങ്ങനെയുള്ള കാര്യങ്ങൾക്കൊക്കെ ചെയ്തു കൊടുക്കുന്നതിനോ അല്ലെങ്കിൽ അക്വയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യുന്നു. ദെൻ പ്രൊവിഷൻ ഫോർ റോ മെറ്റീരിയൽ, ഡെവലപ്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സ്, ഇതെല്ലാം ഇവിടെ ചാർജ് തന്നെയാണ്. ക്ലിയർ? അതുപോലെ അവരുടെ കീഴിൽ എന്ത് പ്രവർത്തിക്കുന്നുണ്ട്? ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രീസ് സെൻറ്ററിൻ്റെ കീഴിൽ തന്നെയാണ് താലൂക്ക് ഇൻഡസ്ട്രീസ് ഓഫീസ് തന്നെ, TIO എന്ന് പറയും. അതുപോലെ തന്നെ ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസ്, IEO എന്ന് പറയും. ക്ലിയർ? അപ്പോൾ ഇങ്ങനെയുള്ള അതൊക്കെ പ്രവർത്തിക്കുന്നത്. ഒരു താലൂക്കിലെ ഇൻഡസ്ട്രീസ് ഓഫീസ് ഉണ്ടാവും ഓരോ ബ്ലോക്കുകളിലും. അല്ലേ? എന്താ ബ്ലോക്ക് നമുക്കറിയില്ലേ? ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് എന്നാണ് പറയുക. അപ്പോൾ ഒരു ബ്ലോക്കിൽ ചിലപ്പോൾ ഒരു താലൂക്കിൽ ചിലപ്പോൾ 2 ബ്ലോക്കൊക്കെ ഉണ്ടാവും. പോപ്പുലേഷൻ അനുസരിച്ചിട്ടാണ് ഡെവലപ്മെൻറ്റ് ബ്ലോക്ക് നിശ്ചയിക്കുക. ക്ലിയർ? അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ ചിറ്റൂർ താലൂക്കാണെങ്കിൽ ചിറ്റൂരും അതുപോലെ തന്നെ കൊല്ലങ്കോട്, അങ്ങനെ 2 ബ്ലോക്കാണുള്ളൂ. അപ്പോൾ ഈ രീതിയിൽ അവിടെയെല്ലാം ഇങ്ങനെയുള്ള ബ്ലോക്ക് ലെവലിൽ ഒരു ഇൻഡസ്ട്രിയൽ എക്സ്റ്റൻഷൻ ഓഫീസും ഉണ്ട്. ക്ലിയർ? ഇതെല്ലാം കൺട്രോൾ ചെയ്യുന്നത് ഇവരിലൂടെയാണ്. ക്ലിയർ? ഇവരെ ആര് കൺട്രോൾ ചെയ്യുന്നുണ്ട്? നമ്മുടെ ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് ചെയ്യുന്നുണ്ട്. ക്ലിയർ? അവരുടെ കീഴിൽ തന്നെയാണ് ഇവർ പ്രവർത്തിക്കുന്നത്. സോ 19 IEOs അങ്ങനെ അവരുടെ ഡീറ്റെയിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഡീറ്റെയിൽസ് ഓരോന്നിനും ക്ലിക്ക് ചെയ്ത് നോക്കാവുന്നേ ഉള്ളൂ. ക്ലിയർ? അതുപോലെ പാലക്കാടിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് വേണമെങ്കിൽ പാലക്കാട് എന്നുള്ള രീതിയിൽ. സോ പാലക്കാടിൻ്റെ ഒഫീഷ്യലായിട്ടുള്ള NIC നാഷണൽ ഇൻഫോർമാറ്റിക്സ് സെൻറ്റർ പബ്ലിഷ് ചെയ്തിട്ടുള്ള പാലക്കാടിൻ്റെ ഒഫീഷ്യൽ സൈറ്റ് ഉണ്ട്. അപ്പോൾ അതിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ പാലക്കാടിൻ്റെ ഇൻഫർമേഷൻ കിട്ടും. ഓക്കെ. നേരത്തെ ഡിസ്ട്രിക്ട് ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സ് പറഞ്ഞിരിക്കുന്ന മിക്കവാറും എല്ലാ ഫംഗ്ഷൻസും DICയിലൂടെ തന്നെയാണ് റൂട്ട് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഇത് ഇംപ്ലിമെൻറ്റിംഗ് ഏജൻസിയാണ്. സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ആയിക്കോട്ടെ, സ്റ്റേറ്റ് ഗവൺമെൻറ് സ്കീംസ് ആയിക്കോട്ടെ. ഓക്കെ. സോ ഇപ്പോൾ നിങ്ങൾ സ്ക്രീനിൽ കാണുന്നത് പാലക്കാട് ജില്ലയിലുള്ള ക്ലിയർ പാലക്കാടിൻ്റെ ഒഫീഷ്യൽ സൈറ്റാണ് palakkad.nic.in. ക്ലിയർ? അപ്പോൾ അതിൽ ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗമായിട്ട് സ്കീംസിനെ കുറിച്ചും അതുപോലെ ഫംഗ്ഷൻസിനെ കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ക്ലിയർ? അപ്പോൾ അതിൽ മാർക്കറ്റിംഗ് അസിസ്റ്റൻസ് പ്രൊവൈഡ് ചെയ്യാം, മൈക്രോ ആൻഡ് സ്മോൾ ആൻഡ് മീഡിയം എൻ്റർപ്രൈസസിന് വേണ്ടിയിട്ടുള്ള ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ്, ഓക്കെ, എൻ്റർപ്രണർ ട്രെയിനിങ് ആൻഡ് ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, പ്രോജക്റ്റ് റിപ്പോർട്ട് പ്രിപ്പറേഷൻ, ഇൻഡസ്ട്രിയൽ പ്ലാൻ ആൻഡ് ഷെഡ്സ്, പ്ലോട്ട് ആൻഡ് ഷെഡുകൾ ഡെവലപ്പ് ചെയ്യുക, അതുപോലെ തന്നെ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് അത് നടപ്പിലാക്കുക. ഓക്കെ. ഗ്രീൻ ചാനൽ കൗണ്ടർ എന്നൊക്കെ പറയും, GCC, അത് നടപ്പിലാക്കുക. എൻ്റർപ്രണറിയൽ ഗൈഡൻസ് സെല്ലുകൾ രൂപീകരിക്കുക, എൻ്റർപ്രണർ ഡെവലപ്മെൻറ്റ് ക്ലബ്ബ് ED ക്ലബ്ബുകൾ രൂപീകരിക്കുക, ഫെസിലിറ്റേഷൻ കൗൺസിൽ. ക്ലിയർ? അതുപോലെ തന്നെ വ്യവസായ കേരളമുള്ള മാഗസിൻ പബ്ലിഷ് ചെയ്യുന്നു. ക്ലിയർ? കോമൺ ഫെസിലിറ്റി സർവീസ് സെൻറ്റേഴ്സ് CFSSC. ക്ലിയർ? ക്ലസ്റ്റർ നമ്മുടെ ഇൻഡസ്ട്രിയൽ ക്ലസ്റ്റേഴ്സിലൊക്കെ രൂപീകരിക്കുക. ഓക്കെ. അങ്ങനെ വെബ്സൈറ്റ് ക്ലിയർ industry.org, അതാണ് അവരുടെ വെബ്സൈറ്റായിട്ട് പറഞ്ഞിരിക്കുന്നത്. ക്ലിയർ? ഇങ്ങനെ ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളും DICയിലൂടെ തന്നെയാണ് ചെയ്യുന്നത്. ക്ലിയർ? ഇപ്പോൾ ഹാൻഡ്ലൂം സ്കീംസ് ഉണ്ട്. ഓക്കെ. അതിൽ അഡ്രസ്സ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റർ ബിഹൈൻഡ് സിവിൽ സ്റ്റേഷൻ പാലക്കാട്. ക്ലിയർ? അവിടെയാണ് എൻ്റെ ഓഫീസുള്ളത്. Kerala.org നിങ്ങൾക്ക് അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് ചെയ്യാൻ പറ്റും? So keralaindustry.org. So it is another site. ഓക്കെ. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് ഡീറ്റെയിൽസ് ഒക്കെ കാണാൻ പറ്റും. ഓക്കെ. ഇൻഡസ്ട്രീസ് ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെ വരുന്ന സൈറ്റാണത്. ക്ലിയർ? സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് ആണ്. അപ്പോൾ അവിടെ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ സ്കീമായിട്ടാണ് ഇവിടെ വരുന്നത്. നേരത്തെ നമ്മൾ നോക്കിയപ്പോൾ ഡയറക്ടറേറ്റ് ആണ്. ക്ലിയർ? ഇവിടെയും സ്കീംസ് ഇൻസെൻറ്റീവ്സ് ഒക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ക്ലിയർ? അപ്പോൾ സ്കീംസ് നിങ്ങൾ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ കേരള ഗവൺമെൻറ് സ്കീംസ്, സെൻട്രൽ ഗവൺമെൻറ് സ്കീംസ് ഇങ്ങനെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ക്ലിയർ? അപ്പോൾ അതെല്ലാം റൂട്ട് ചെയ്യുന്നതിന് വേണ്ടി ഉള്ള ഒരു ലൈൻ ഡിപ്പാർട്ട്മെൻറ്റായിട്ട്, ഒരു ഡിപ്പാർട്ട്മെൻറ്റൽ ഏജൻസി ആയിട്ടാണ് DIC പ്രവർത്തിക്കുന്നത്. ക്ലിയർ? ഇപ്പോൾ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിന് കീഴിൽ ഡയറക്ടറേറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സ് പ്രവർത്തിക്കുന്നുണ്ട്, നമ്മൾ നേരത്തെ നോക്കിയത്. ക്ലിയർ? ഡയറക്ടറേറ്റ് ഓഫ് ഹാൻഡ്ലൂം ആൻഡ് ടെക്സ്റ്റൈൽസ് ഉണ്ട്, ഡയറക്ടറേറ്റ് ഓഫ് കോയ ഡെവലപ്മെൻറ്റ് ഉണ്ട്. ക്ലിയർ? അപ്പോൾ ഇതെല്ലാം ഒരു ഡിപ്പാർട്ട്മെൻറ്റ് കീഴിൽ തന്നെ പ്രവർത്തിക്കുന്നതാണ്. ഓക്കെ.
ഇപ്പോൾ പ്രൊമോഷണൽ ഏജൻസീസ് ആയിട്ട് ഇങ്ങനെ ഇത്രയും ഏജൻസീസ് ഒക്കെ ഉണ്ട്. ഇതിൽ ചില ഏജൻസിനെ കുറിച്ചൊക്കെ നമ്മൾ പിന്നീട് നോക്കണം. ക്ലിയർ? അപ്പോൾ keralaindustry.org. സോ ദിസ് ഇസ് ദി വെബ്സൈറ്റ്. ക്ലിയർ? അപ്പോൾ ഇതിൻ്റെ കീഴിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ ഡിസ്ട്രിക്ട് ഇൻഡസ്ട്രി സെൻറ്റേഴ്സിനെ കുറിച്ചുള്ള ഇൻഫർമേഷനൊക്കെ അതിൽ കൊടുത്തിട്ടുണ്ടാവും. ഓക്കെ. സോ ഡിപ്പാർട്ട്മെൻറ്റ് ഓഫ് ഇൻഡസ്ട്രീസ് ആൻഡ് കോമേഴ്സിൻ്റെ ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റ് ആയിട്ടുള്ള ക്ലിയർ ഇതിൽ വരുന്ന സ്കീംസും അതൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് കേരള ഗവൺമെൻറ് സ്കീംസ് ആയിട്ട് വരുന്ന ഓൺട്രപ്രണർ സപ്പോർട്ട് സ്കീം ESS, അതുപോലെ തന്നെ പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ എസ്റ്റേറ്റ്സ് സ്കീം, അങ്ങനെ 2 സ്കീംസ് പ്രധാനമായിട്ട് വരുന്നുണ്ട്. സെൻട്രലി സ്പോൺസേർഡ് സ്കീമായിട്ടുള്ള DCMSMEയുടെ സ്കീംസ് ഉണ്ട്. അതിൽ തന്നെ അതിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ കുറേയധികം സ്കീംസ് കിട്ടും. ക്ലിയർ? അപ്പോൾ ഇതൊക്കെ DCMSMEയുടെ സ്കീംസാണ്. മൈക്രോ സ്മോൾ എൻ്റർപ്രൈസിൻ്റെ ക്ലസ്റ്റർ ഡെവലപ്മെൻറ്റ് പ്രോഗ്രാം, നാഷണൽ മാനുഫാക്ചറിങ് കോമ്പിറ്റൻസി പ്രോഗ്രാം NMCP എന്ന് പറയും, ക്രെഡിറ്റ് ലിങ്ക്ഡ് കപ്പാസിറ്റി ക്യാപിറ്റൽ സബ്സിഡി സ്കീം ഫോർ ടെക്നോളജി അപ്ഗ്രഡേഷൻ, ക്രെഡിറ്റ് ഗ്യാരണ്ടി സ്കീം, ISO സർട്ടിഫിക്കേഷൻ സ്കീം, MSME മാർക്കറ്റ് ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസ് MDA എന്ന് പറയും. അപ്പോൾ അതിൽ തന്നെ കുറേ സബ് സ്കീംസ് ഉണ്ട്. മിനി ടൂൾ റൂംസ്, അസിസ്റ്റൻസ് ടു എൻ്റർപ്രണർഷിപ്പ് ഡെവലപ്മെൻറ്റ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്, ഒക്കെ ഇങ്ങനെ കുറേയധികം സ്കീംസ് അതിൽ നമുക്ക് ലഭ്യമാകും. അപ്പോൾ അതൊക്കെ ഒഴിവുള്ള സമയത്ത് നിങ്ങൾ നോക്കുക. ഇത് ഒഫീഷ്യൽ വെബ്സൈറ്റാണ് keralaindustry.org. ഇതും നിങ്ങൾ നോക്കി അതിലുള്ള കണ്ടൻസ് ഒക്കെ എടുത്ത് നിങ്ങൾക്ക് വായിച്ച് നോക്കുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ എക്സ്ട്രാ നോളേജ് കിട്ടും. ഇൻഫ്രാസ്ട്രക്ചറിനെ കുറിച്ചുള്ള കാര്യങ്ങളുണ്ട്. ഓക്കെ. PSU പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് ഇൻ കേരള, സെൻട്രൽ പബ്ലിക് സെക്ടർ അണ്ടർടേക്കിംഗ് അതൊക്കെ പ്രവർത്തിക്കുന്നു. ക്ലിയർ? അതുപോലെ തന്നെ ഓരോ സെക്ടറിലും സ്റ്റേറ്റ് ഗവൺമെൻറ് കീഴിൽ പ്രവർത്തിക്കുന്ന പബ്ലിക് സെക്ടർ എൻ്റർപ്രൈസസ് ഏതൊക്കെയാണ്, അപ്പോൾ അതൊക്കെ ഓരോ ഏരിയ ആയിട്ട് നമുക്ക് കിട്ടും. ഓക്കെ.